എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സജി പള്ളിക്കുന്ന്. വളരെ പ്രധാനപ്പെട്ടതായൊരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ പോകുന്നത്. ഒരു വിഷയം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തനായ ഒരു ആരാച്ചാർ, അദ്ദേഹം നടപ്പാക്കിയിരിക്കുന്ന വധശിക്ഷ അന്നത്തെ ലോകത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിച്ചതായ ഒരു വധശിക്ഷയായിരുന്നു. അത് നടപ്പാക്കിയതായിരിക്കുന്ന രാജ്യം 30 വർഷം അത് ഒളിപ്പിച്ചു വെച്ചു. അദ്ദേഹത്തിൻ്റെ പേര്, ആരാച്ചാരുടെ പേര് ഒളിപ്പിച്ചു വെച്ചു. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ആ വധശിക്ഷ ലോകത്തെ മുഴുവനും ഇളക്കി മറിച്ചിരുന്നു. ആ വധശിക്ഷയ്ക്കിരയായ ആള് ആരാണ്, ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്താണ്, ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. മാത്രമല്ല, ഈ വധശിക്ഷ നടപ്പാക്കിയതിന് ശേഷം ആ ആരാച്ചാർക്ക് എന്ത് സംഭവിച്ചു, അദ്ദേഹം കടന്നുപോയ ചില മാനസികമായ ചില പ്രശ്നങ്ങൾ, അദ്ദേഹം നേരിട്ട ചില വൈകാരികമായ പ്രശ്നങ്ങൾ, അതുമാത്രമല്ല അദ്ദേഹം നേരിട്ടതായ ചില സാമൂഹ്യപരമായ പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചുകൂടെ ആണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആ വധശിക്ഷ അദ്ദേഹം എങ്ങനെയാണ് നടപ്പാക്കിയത്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തെ പോലുള്ളതായിരിക്കുന്ന ആരാച്ചാർ കടന്നുപോയ ചില മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അത് വിവരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ആ വധശിക്ഷ നടപ്പാക്കുന്ന സമയത്ത് അദ്ദേഹം അനുഭവിച്ച ചില പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. നമ്മുടെ മുമ്പിൽ അധിക സമയങ്ങൾ എടുക്കുന്നില്ല, എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ആ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓട്ടോ അഡോൾഫ് ഐക്മാൻ 1906 മാർച്ച് 19 ആണ് ജനിച്ചത്. പഠിക്കാൻ അത്ര നല്ല ഉത്സാഹശാലിയൊന്നും ആയിരുന്നില്ല അദ്ദേഹം. സ്കൂളിൽ മോശമായ തൻ്റെ പഠനശേഷം 1914 കുടുംബം മാറി താമസിച്ച ഓസ്ട്രേലിയയിലെ പിതാവിൻ്റെ ഖനന കമ്പനിയിൽ കുറച്ചു കാലം അദ്ദേഹം ജോലി ചെയ്തു. 1927 മുതൽ ട്രാവലിംഗ് ഓയിൽ വിൽപ്പനക്കാരനായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം 1932 നാസി പാർട്ടിയിലും അതിൻ്റെ ഒരു സംഘടനയായ SS-ലും അദ്ദേഹം ചേർന്നു. 1933 ജർമ്മനിയിലേക്ക്, അവിടെ അദ്ദേഹം ST അഥവാ സെക്യൂരിറ്റി സർവീസ് എന്ന ഒരു വിഭാഗത്തിലേക്ക് അദ്ദേഹം ചേർക്കപ്പെട്ടു. അവിടെ അദ്ദേഹത്തിനുണ്ടായിരുന്നതായിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് ജൂതകാര്യങ്ങളുടെ ചുമതലയുള്ള വകുപ്പിൻ്റെ തലവനായിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചത്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ വലിയ അക്രമങ്ങൾ നടപ്പാക്കി. വളരെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കി. എന്നിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ അവർക്ക് വലിയ വലിയ ഓഫറുകളൊക്കെ കൊടുത്ത്, അതൊരു പ്രത്യേക തരത്തിലുള്ളതായിരിക്കുന്ന വഞ്ചനയായിരുന്നു. അവർ പ്രത്യേകമായിരിക്കുന്ന യഹൂദന്മാർക്ക് പ്രത്യേകമായിരിക്കുന്ന ഓഫറുകളൊക്കെ നടത്തി അവരെ ആ പ്രദേശത്തു നിന്ന് മാറ്റി അവരെ കൊണ്ടുപോവുക എന്നായിരുന്നു ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ അത് നടപ്പായില്ല. പിന്നീട് മറ്റൊരു ലക്ഷ്യത്തിലേക്ക്, ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് മാറി യഹൂദന്മാരെ മുഴുവനും വംശശുദ്ധി നടത്തുക, അല്ലെങ്കിൽ യഹൂദന്മാരെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഇവിടെ പ്രവർത്തനങ്ങൾ മാറി. യഹൂദന്മാരെ ഉന്മൂലന ക്യാമ്പുകളിലേക്ക് വളരെ അനുനയത്തിലേക്ക് നാടുകടത്താനായിട്ട് ഐക്യമാനും അദ്ദേഹത്തിൻ്റെ ജോലിക്കാരും വളരെ ശ്രമം ആരംഭിച്ചു. അങ്ങനെ 1944 മാർച്ചിൽ ജർമ്മനി ഹംഗറി പിടിച്ചടക്കിയതിന് ശേഷം ജൂത ജനസംഖ്യയുടെ ഭൂരിഭാഗവും നാടുകടത്തുന്നതിന് ഐക്യമാന് മേൽനോട്ടം വഹിച്ചു. അപ്പോൾ ഈ ഇരകളിൽ ഭൂരിഭാഗമുള്ളതായിരിക്കുന്ന ആളുകളെ ഓസിസ് തടങ്കൽ പാളയത്തിലേക്കാണ് അയച്ചത്. 1944 ജൂലൈയിൽ ഇവരെ ട്രെയിനിൽ അവിടെ കൊണ്ട് ഇറക്കിയപ്പോഴത്തേക്കും ഹംഗറിയിലേക്ക് അയച്ചതായിരിക്കുന്ന 7,25,000 യൂതന്മാരിൽ 4,37,000 പേര് ആ ട്രെയിനിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടിരുന്നു. അത്ര വല്ലാത്ത ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളെയെല്ലാം തിക്കി ഞെരക്കി ഒരു ശ്വാസം പോലും കിട്ടാത്ത വിധത്തിലാണ് ഇവരെ ട്രെയിനിലേക്ക് കയറ്റി വിട്ടത്. പക്ഷെ ഇവരെ കയറ്റി വിടുമ്പോൾ ഇങ്ങനെ ഉന്മൂലന ക്യാമ്പുകളിലേക്ക് അല്ലെങ്കിൽ കൊല്ലാൻ കൊണ്ടുപോകാണെന്നൊന്നുമല്ല പറഞ്ഞിരുന്നത്. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ആളുകൾ ഈ ക്യാമ്പുകളിലേക്ക് പോകുന്നത്. പക്ഷെ അവരെ കൊല്ലാൻ പോകുന്നതായിരിക്കുന്ന ആടുകളെ പോലെ കൊണ്ടുപോകുകയാണെന്ന് ഇവരാരും മനസ്സിലാക്കിയില്ല. ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ, ആ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുടെ ആ നിഷ്കളങ്കമായിരിക്കുന്ന മുഖമൊന്നും ഈ ഐക്മാൻ പോലെയുള്ളതായിരിക്കുന്ന അദ്ദേഹത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരെയോ ഒന്നും സ്പർശിച്ചില്ല എന്നുള്ളതാണ്. അവരുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്
യഹൂദന്മാരെ ഈ ഭൂമുഖത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ലോകം മുഴുവനും പിടിച്ചടക്കി യഹൂദന്മാരെ വംശശുദ്ധി വരുത്തി ഈ ഭൂമുഖത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചതായിരിക്കുന്ന വ്യക്തിയാണ് ഈ ഐക്മാൻ എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തി. ഈ പോളണ്ട് 1939 ജർമ്മനിയുമായി കൂട്ടിച്ചേർക്കപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധ സമയത്തും ഹോളോകോസ്റ്റിലും നാസി ജർമ്മനി നടത്തിയിരുന്ന 40-ലധികം തടങ്കൽ പാളയങ്ങളുടെ ഒരു സമുച്ചയമായിരുന്നു ഈ ഓസ്റ്റിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത്. ഈ ക്യാമ്പിൽ എത്തപ്പെട്ടതായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങള്, സ്ത്രീകള്, അതുപോലെ തന്നെ വൃദ്ധരായിരിക്കുന്ന ആളുകൾ അവരൊക്കെ അസ്ഥിപഞ്ജരങ്ങളായിട്ട് മാറി. കാരണം പട്ടിണി, ക്ഷീണം, രോഗം, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ളതായ മറ്റു നിലയിലുള്ളതായിരിക്കുന്ന വധശിക്ഷകൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മർദ്ദനത്തിലൂടെ ആളുകൾ മരിക്കപ്പെടുക, അതുപോലെ മെഡിക്കൽ പരീക്ഷണങ്ങൾ, ചില ആളുകളെ ഇതൊക്കെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അപരിഷ്കൃതമായിരിക്കുന്ന മെഡിക്കൽ പരീക്ഷണങ്ങൾ ആ നിലയിൽ നടത്തി. അങ്ങനെ ഒരുപാട് പേര് ആ വിധത്തിൽ കൊല്ലപ്പെട്ടു. അവിടെയുള്ള ആളുകൾ ഈ അസ്ഥിപഞ്ജരങ്ങളായി മാറ്റപ്പെട്ടു. അത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗം, പട്ടിണി, മറ്റുള്ളതായിരിക്കുന്ന പീഡനങ്ങൾ, ഇതിൻ്റെ നടുവിലും അവർക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. കാരണം അതിൽ തന്നെ കൊള്ളാകുന്ന ആളുകളെ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തിയിട്ട് അവിടെയുള്ളതായിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ളതായിരിക്കും ക്യാമ്പിലുള്ള പ്രത്യേക തരത്തിലുള്ളതായിരിക്കുന്ന ജോലികൾ, ക്യാമ്പിൻ്റെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രത്യേകമായിരിക്കുന്ന ശ്മശാനങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ ആ ശ്മശാനത്തെക്കുറിച്ച് സംസാരിക്കും. അതുപോലെ തന്നെ ഗ്യാസ് ചേമ്പറുകൾ പണിയുക. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ജോലികൾക്ക് വേണ്ടി ഇവരെ കൊണ്ട് വളരെ വല്ലാത്ത നിലയിൽ അടിമവേല ചെയ്യിക്കുകയായിരുന്നു. യാതൊരുവിധമായ ദാക്ഷിണ്യവും ഈ യഹൂദന്മാരോട് ഇവർ കാട്ടിയില്ല എന്നുള്ളതാണ്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായിരിക്കുന്ന മുഖങ്ങളും ഈ അസ്ഥിപഞ്ജരമായിരിക്കുന്ന ആളുകളുടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജർമ്മനിയിൽ താമസിച്ചിരുന്ന യഹൂദന്മാരൊക്കെ വളരെ സമ്പന്നരായിരുന്നു. അത് മറ്റൊരു ചരിത്രമാണ്. ആ ചരിത്രത്തിലേക്കൊന്നും ഇപ്പം നമ്മൾ പോകുന്നില്ല. ഇത്ര സമ്പന്നമായിരിക്കുന്ന ഒരു ജീവിച്ചിരുന്നായിരിക്കുന്ന യഹൂദന്മാരെ കൊണ്ടുവന്ന് ഇങ്ങനെ അസ്ഥികോലങ്ങളാക്കി അവരെ തീർത്ത് കഠിനമായ പീഡനമുറകളിലൂടെ കൊണ്ടുപോയിട്ട് ഗ്യാസ് ചേമ്പറുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടതായ ജോലിയുടെ മുഖ്യ ചുമതല ഉള്ള ആളായിരുന്നു ഈ ഐക്മാൻ. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഈ ഓസ്വിറ്റ്സിലെ ആദ്യത്തെ ഗ്യാസ് ചേമ്പർ ആരംഭിച്ചത് 1942 മാർച്ചിലാണ്. അവിടേക്ക് മാർച്ച് 20 അടുത്തുള്ളതായിരിക്കുന്ന സമയത്ത് ഈ പോളിഷ് അഥവാ പോളണ്ടിലുള്ളതായിരിക്കുന്ന യഹൂദന്മാരെ അവിടെ നിന്ന് ട്രെയിനിലേക്ക് കൊണ്ടുവരികയാണ്. ഇതെല്ലാം ഐക്മാൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ലിറ്റിൽ റെഡ് ഹൗസ് എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക ഒരു ബങ്കറുണ്ട്. അവിടത്തേക്കാണ് ഇവരെ കൊണ്ടുവരുന്നത്. പക്ഷെ ഇവർക്കറിയത്തില്ല ഇവരെ കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നതെന്നുള്ളത്. അങ്ങനെ ഈ ഒരു ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായ ഒരു പ്രത്യേക കെട്ടിടം, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അങ്ങനെ വാതക ചോർച്ചയൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഭാഗങ്ങളെല്ലാം അടച്ചിട്ടിട്ട് 4 ഭാഗവും പൊതിഞ്ഞ് ഭിത്തികളൊക്കെ ഗ്യാസ് പുറത്തേക്ക് വരാത്ത നിലയിലേക്ക് മാറ്റി. പക്ഷെ ഈ പാവപ്പെട്ടതായിരിക്കുന്ന കുട്ടികൾ, അതുപോലെ ആയിരിക്കുന്ന സ്ത്രീകൾ, വൃദ്ധന്മാരായിരിക്കുന്ന ആളുകൾ ഈ വാതിക്കലേക്ക് ചെല്ലുമ്പോൾ അണുവിമുക്തമാക്കാൻ ഉള്ള ഒരു പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വരുന്ന ആളുകളെ അണുവിമുക്തരാക്കി വിടുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഈ പാവപ്പെട്ടതായ നിഷ്കളങ്കരായ ഈ ഒന്നുമറിയാത്തതായ കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളെ അവിടേക്ക് കൊണ്ടുവരുന്നത്. അവർ പലരും വളരെ അസ്ഥിപഞ്ജരമാണ്, രോഗം പിടിച്ചവരുണ്ട്, ക്ഷീണിച്ചു പോയവരുണ്ട്. അങ്ങനെ ഒത്തിരി തലങ്ങളിൽ പ്രയാസം അനുഭവിച്ചതായ ഈ ആളുകളെ ഈ ഗ്യാസ് ചേമ്പറുകളിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ക്യാമ്പുകളിലേക്ക് വരുന്നതായിരിക്കുന്ന യഹൂദന്മാരെ അവരെ വസ്ത്രമൊക്കെ അഴിപ്പിച്ച് ആ നിലയിൽ അവരെ വസ്ത്രമൊക്കെ അഴിപ്പിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഈ ഷവർ റൂമുകളായിട്ട് എന്നാണ് അത് വിളിക്കപ്പെടുന്നത്, അണുവിമുക്തൽ കേന്ദ്രം. അവിടെയൊക്കെ ഈ ആളുകളെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഈ ഗ്യാസ് ചേമ്പറാണ് അത്. പക്ഷെ ഇവർക്ക് അതിനെക്കുറിച്ച് ചിലർക്കൊക്കെ അത് മനസ്സിലാകും. ഇത് എന്തോ ഇവരെ കൊല്ലാനുള്ള ഒന്നാണെന്ന് അവർക്ക് മനസ്സിലാകും. പക്ഷെ അങ്ങനെ മനസ്സിലാക്കപ്പെടുമ്പോൾ
ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വളരെ മനഃശാസ്ത്രപരമായിട്ടാണ് അവർ ഇടപെടുന്നത്. അപ്പോൾ ഈ വാദിക്കാൻ നിൽക്കുന്നതായിരിക്കുന്ന ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു നാസി ഉദ്യോഗസ്ഥൻ അവരെ സമാധാനിപ്പിച്ച് ഇവിടെ അണുവിമുക്തമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ തിരിച്ച് ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് നല്ല ഒരു ജീവിതമൊക്കെ ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അങ്ങനെ തിടുക്കത്തിൽ അവരെ വസ്ത്രങ്ങളൊക്കെ അഴിപ്പിച്ച് അകത്തേക്ക് കയറ്റുകയാണ്. അപ്പോൾ വസ്ത്രങ്ങളൊക്കെ അഴിക്കുന്ന കാര്യത്തിനകത്ത് ചിലർക്കൊക്കെ വളരെ മടിയുണ്ടാവും, പക്ഷെ ഇവരൊക്കെ അത് അങ്ങനെ സഹായിക്കും. പക്ഷെ പല അമ്മമാർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് കൊണ്ട് ഈ അഴിക്കപ്പെട്ടതായിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് അകത്ത് ഈ കൈക്കുഞ്ഞുങ്ങളെ ഈ ഗ്യാസ് ചേമ്പറുകളുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി യഹൂദകളായിരിക്കുന്ന ഈ അമ്മമാർ ഈ കൈക്കുഞ്ഞുങ്ങളെ വസ്ത്രങ്ങളുടെ ഇടയിൽ ഒളിപ്പിച്ച് വയ്ക്കും. ഈ ഒളിപ്പിച്ച് വയ്ക്കുന്നത് ഇവിടെ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള ചില സ്പെഷ്യൽ ഉദ്യോഗസ്ഥന്മാർ അവിടെയുണ്ട്. അവരിത് കണ്ടിട്ട് ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് തിരിച്ചെടുത്ത് ഈ അമ്മമാരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഒരു അണുവിമുക്തമാക്കാനായി പോവുകയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അകത്തേക്ക് ധൈര്യത്തോടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഈ കൈക്കുഞ്ഞുങ്ങളെയും അമ്മമാരുടെ മാറോട് ചേർത്ത് ഈ അമ്മമാർ ഇവരെയും കൊണ്ട് പോവുകയാണ്. പക്ഷെ മറ്റൊരു വസ്തുതയോടെ പറയുമ്പം പക്ഷേ ചില തടവുകാർക്കിത് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഈ ചില തടവുകാർ ആ വാതിക്കൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ കരഞ്ഞ് നിലവിളിക്കാനോ ഒക്കെ ചെയ്യുമ്പോൾ അവരെ അനുനയത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ചില സ്ത്രീകളൊക്കെ ഈ വസ്ത്രം അഴിക്കുന്ന സമയത്ത് പൊടുന്നനെ നിലവിളിക്കും, ഭയങ്കരമായിട്ട് നിലവിളിക്കും. അപ്പോൾ അവരെയൊക്കെ സമാധാനിപ്പിക്കും. അല്ലാതെ ഒരു സമാധാനവും ലഭിക്കാതെ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നതായിരിക്കുന്ന ആളുകളെയോ എതിർക്കുന്ന ആളുകളെയോ അങ്ങനെ വളരെ സമാധാനപരമായി പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ വെടിവെച്ച് കൊല്ലുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും ഈ ഗ്യാസ് ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും എല്ലാവർക്കും ഒന്നും ഇതൊക്കെ അറിയാം, എന്തോ സംഭവിക്കുകയാണെന്നറിയാം. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്നും ഇത് തങ്ങളുടെ അവസാന യാത്രയാണെന്നും ഒന്നും പിന്നെ പലർക്കും അറിയില്ല. അപ്പോൾ തന്നെ ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചരക്ക് വണ്ടിയിൽ കൊണ്ടുവന്ന് ചരക്ക് ട്രെയിനിൽ അഥവാ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഗുഡ്സ് ട്രെയിനിൽ കൊണ്ടുവന്നിട്ട് അവർ നേരെ ഇവിടേക്കാണ് കൊണ്ടുവരുന്നത്. കാരണം ആളുകളെ ഇങ്ങനെ നീണ്ട നിരകളിങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ട്രെയിനുകളിൽ ഈ ഐക്മാൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചുക്കാൻ വഹിക്കുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കുന്ന ആളുകളെ അവിടെ പാർപ്പിക്കാനുള്ളതായിരിക്കുന്ന ക്യാമ്പുകളിൽ സ്ഥലം തികയാതെ വന്നു. അങ്ങനെ സ്ഥലം തികയാതെ വന്നപ്പോൾ വരുന്നതെന്ന് പറയുന്നത് നേരെ ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഐക്മാനെ തൂക്കിലേറ്റാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. അപ്പം ഈ ഗ്യാസ് ചേമ്പറിൻ്റെലേക്ക് ആളുകൾ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ വാതിൽ അവർ അടയ്ക്കുകയാണ്. അങ്ങനെ വാതിലടച്ചു കഴിഞ്ഞാൽ മേൽക്കൂരയിൽ പ്രത്യേകമായിട്ടുള്ള ചില ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് സൈക്ലോൺ ബി എന്ന് പറയുന്ന ഒരു വിഷപദാർത്ഥമാണ് അതിൻ്റെ ഗുളികകൾ, അതിൻ്റെ ഉരുളകൾ താഴേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ഇട്ടുകൊടുക്കുന്നതായിരിക്കുന്ന ഈ ഗുളികകളിൽ നിന്ന് ഒരു പ്രത്യേകമായ വാതകം ഇങ്ങനെ ഉണ്ടാകുന്നു. അങ്ങനെ ഈ വാതകം നേരെ വന്ന് ബാധിക്കുന്ന ശ്വാസകോശത്തെയാണ്. അപ്പോൾ അതിനകത്ത് ഈ ആളുകൾ തിക്കി നിറയ്ക്കപ്പെട്ടാണ് ഇതിനകത്ത് ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ശ്വാസകോശത്തെ ഇങ്ങനെ ബാധിക്കുമ്പോൾ അധികമായിരിക്കുന്ന ചുമയും എന്ന് വേണ്ട, നമുക്കറിയാമല്ലോ, നമുക്കൊരു പുക ഉള്ള ഒരു സ്ഥാനത്തേക്ക്, വെറും പുക ഉള്ള സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത. പക്ഷെ ഇത് വെറും പുകയല്ല, ഈ വിഷവാതകമാണ്. ഇതിങ്ങനെ ശ്വസിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഒന്നും നടക്കാനുള്ളതായിരിക്കുന്ന സൗകര്യങ്ങൾ വളരെ കുറവാണ്. എല്ലാം തിങ്ങിഞ്ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇവിടെ കൂട്ടത്തോടെ അവിടെ ഇങ്ങനെ മരിച്ച് ഇങ്ങനെ വീഴും. അവിടെ കിടക്കുന്ന ദയനീയമായൊരു കാഴ്ച ഏതൊരു കഠിനഹൃദയൻ്റെയും ഉള്ളിൽ അലിയിക്കുന്നതാണ്. അതായത് ഏറ്റവും വളരെ വേദനിപ്പിക്കുന്നതായ കാര്യം എന്ന് പറയുന്നത് ഈ അമ്മമാർ കൈക്കുഞ്ഞുങ്ങളെ മാറോട്, നഗ്നരാണ് അമ്മമാർ, ആ കൈക്കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ ആലിംഗനം ചെയ്ത് കിടക്കുന്ന കാഴ്ച വളരെ ഭയങ്കരമാണ്. പ്രിയമുള്ളവരെ, അതിനകത്ത് ഇങ്ങനെ ആളുകൾ മരിച്ച് കിടക്കുന്നതായിരിക്കുന്ന സമയത്ത് ഈ സൈക്ലോൺ ബി എന്ന് പറയുന്നതായിരിക്കുന്ന വാതകമാണ്. അങ്ങനെ മരിച്ചു കിടക്കുന്നതായിരിക്കുന്ന സമയത്ത് അവിടെ ചർമ്മത്തിന് പോലും വളരെ വ്യത്യാസമുണ്ടാകും.
അവർ പിങ്ക് നിറത്തിൽ ചുവപ്പും പച്ചയും കലർന്നതായ പ്രത്യേകമായ പാടുകൾ അവരിലുണ്ടാകും. മാത്രമല്ല വായിൽ നിന്ന് നൊര ഇങ്ങനെ വരും, ചിലരുടെ ചെവിയിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകും എന്ന് വേണ്ട, എല്ലാവരും അവിടെ മരിച്ചു വീഴുകയാണ്. അങ്ങനെ മരിച്ചു വീഴുന്നതായിരിക്കുന്ന സമയത്ത് പിന്നെ അടുത്തവർ ചെയ്യാന്ന് പറഞ്ഞാൽ, അവിടെയുള്ള യഹൂദന്മാരൊക്കെ സമ്പന്നന്മാരായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ വായിൽ സ്വർണ്ണ പല്ലുകളും മറ്റുമൊക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്ത് അതിൽ നിന്ന് അവർ അതെല്ലാം ഊരിയെടുത്തിട്ട് പിന്നീട് അവരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ശ്മശാനം എന്ന് പറയുമ്പോൾ ഇത് ആരംഭത്തിൽ ഇത് ആരംഭിച്ചത് ഇങ്ങനെ ഗ്യാസ് ചേമ്പറുകളിൽ മരിച്ചു പോകുന്ന ആളുകളെ ദഹിപ്പിക്കാൻ ഒന്നും ആയിരുന്നില്ല. ഇത് ആരംഭിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വധശിക്ഷയ്ക്ക് വിധേയരാകുന്നതായിരിക്കുന്ന ആളുകളെ അവിടെ ഈ ശ്മശാനത്തിൽ വെച്ച് കരിച്ചു കളയാൻ വേണ്ടിയിട്ട്, കത്തിച്ചു കളയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇല്ലെങ്കിൽ ക്യാമ്പിൽ വെച്ച് മരിച്ചു പോകുന്നവരെ കത്തിച്ചു കളയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ ഏറ്റവും അവസാനമായപ്പോഴത്തേക്ക് ഇങ്ങനെ മരിച്ചു പോകുന്നതായിരിക്കുന്ന ഈ യഹൂദന്മാരെ ഈ ഗ്യാസ് ചേമ്പറിലിട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്തിട്ട് ഈ ശ്മശാനത്തിനകത്ത് പ്രത്യേകമായ ഈ ഓവനുകൾ ഉണ്ടാക്കി ആ ശ്മശാനത്തിനകത്തിട്ട് പ്രത്യേകമായിട്ട് കത്തിച്ചു കളയുകയാണ്. പിൻകാലഘട്ടങ്ങളിൽ ഒരുപാട് യഹൂദന്മാർ വന്നപ്പോൾ അതിനും തികയാതെ വന്നപ്പോൾ, തെളിവുകൾ മറയ്ക്കേണ്ടതായ ആവശ്യങ്ങൾ വന്നപ്പോൾ കൂട്ടക്കുഴികളെടുത്താണ് പ്രിയമുള്ളവരെ ഇവരെ കൊണ്ടുവന്ന് അതിലേക്ക് കൊണ്ടുവന്ന് ഇടുന്നത്. കൂട്ടക്കുഴികൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കുഴികൾ എടുക്കുന്നത് പോലും അവിടെയുള്ളതായിരിക്കുന്ന ഈ നാളെ കൊല്ലപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴും കൊല്ലപ്പെടാൻ പോകുന്ന ഈ യഹൂദന്മാർ തന്നെയാണ് എവർക്കുള്ളതായിരിക്കുന്ന ശവക്കുഴികളും എടുക്കുന്നത്. ഇത്ര ഭീകരമായിരിക്കുന്ന കാഴ്ചയാണ്. ഒരു മനസാക്ഷി പോലുമില്ലാതെ, ഒരു മനസാക്ഷിയുടെ ചെറിയ ലാഞ്ചന പോലുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഈ ഐക്മാൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഈ മനുഷ്യൻ. അങ്ങനെ 1945 ജർമ്മനിയുടെ അനിവാര്യമായ തോൽവി സംഭവിച്ചു. അങ്ങനെ ഐക്മാൻ US സേനയുടെ പിടിയിലായി. അങ്ങനെ പക്ഷെ അദ്ദേഹം പിടിയിലായെങ്കിലും അവിടെ നിന്ന് അദ്ദേഹം വളരെ തന്ത്രപൂർവമായിട്ട് ആ തറങ്കൽ പാളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അർജന്റീനയിലേക്ക് പോയി. അർജന്റീനയിലേക്ക് അദ്ദേഹം പേരൊക്കെ മാറി ഒരു ഫാക്ടറിയിൽ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അർജന്റീനയിലുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ 1960 ഈ മൊസാദ് അദ്ദേഹം താമസിക്കുന്നതായിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് സ്ഥിരീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തെ നിരവധി മാസങ്ങൾ ഇവരിങ്ങനെ ശ്രദ്ധിച്ചു. ഇദ്ദേഹം തന്നെയാണോ യഥാർത്ഥമായിരിക്കുന്ന ആള് എന്ന് ഇവരിങ്ങനെ വളരെ ശ്രദ്ധിച്ചു. അങ്ങനെ വളരെ 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 അന്വേഷിച്ച് ഇദ്ദേഹം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഈ മൊസാദിൻ്റെതായിരിക്കുന്ന ഏജന്റുമാർ അർജന്റീനയിലെ സർക്കാർ അറിയാതെ പിന്നെ അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ അദ്ദേഹത്തെ അങ്ങനെ പെട്ടെന്ന് ഒരു 11 അംഗങ്ങൾ ഉണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 11 അംഗങ്ങൾ ചേർന്നതായിരിക്കുന്ന സംഘം ഇദ്ദേഹത്തെ വളയുകയും അങ്ങനെ അദ്ദേഹത്തെ മയക്കി കിടത്തിയിട്ട് ആരാരും അറിയാതെ അദ്ദേഹത്തെ പ്ലെയിനിൽ ഇസ്രായേലിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ വളരെ അപ്രതീക്ഷിതം, അത് അർജന്റീനയും ഇസ്രായേലും തമ്മിൽ വലിയ സംവാദങ്ങൾക്ക് കാരണമായി, വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി, ഐക്യരാഷ്ട്രസഭയിലൊക്കെ വലിയ വിഷയങ്ങൾക്ക് അത് കാരണമായി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വിചാരണ ലോകം മുഴുവനും ഇങ്ങനെ വളരെ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം ഇസ്രായേൽ അദ്ദേഹം വിചാരണ ചെയ്യപ്പെട്ടു. അദ്ദേഹം വിചാരണ ചെയ്യപ്പെട്ടത് 3 ജഡ്ജിമാരുടെ ഇതിലാണ്. അദ്ദേഹത്തെ പ്രത്യേകമായ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ഗ്ലാസ്സിൽ, ബുള്ളറ്റ് പ്രൂഫായിരിക്കുന്ന ഒരു ഗ്ലാസ്സിനകത്താണ് അദ്ദേഹത്തെ സൂക്ഷിച്ചത്. കാരണം പുറത്തുനിന്ന് കാരണം അദ്ദേഹത്തിന് ശത്രുക്കൾ ധാരാളമുണ്ട്. അപ്പോൾ യഹൂദന്മാര് അദ്ദേഹത്തോട് വളരെ വൈരാഗ്യപരമായിട്ടിരിക്കുകയാണ്. ആരെങ്കിലും വെടിവെച്ച് കൊല്ലാനോ വല്ല സാധ്യത ഉണ്ടോ എന്നുള്ള സംശയത്തിൽ പ്രത്യേകമായ ബുള്ളറ്റ് പ്രൂഫായ ഗ്ലാസ്സിനകത്താണ് ഇദ്ദേഹത്തെ നിർത്തി വിചാരണ ചെയ്യുന്നത്. 3 ജഡ്ജിമാരാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അവിടുന്ന് തന്നെ അഭിഭാഷകരെ ലഭിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വിദേശത്തു നിന്ന് അഭിഭാഷകരെ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ നിയമങ്ങൾ പോലും ഇസ്രായേൽ മാറ്റി എഴുതി.
അങ്ങനെ ആ വിചാരണ കാണാനായിട്ട് ലോകത്തിൻ്റെ വിവിധമായ ഭാഗങ്ങളിൽ നിന്ന് വിവിധ എന്ന് പറഞ്ഞാൽ അന്നത്തെ അറിയപ്പെടുന്നതായിരിക്കുന്ന പത്രമാധ്യമങ്ങളെല്ലാം ആ വിചാരണയിൽ കാണാനായിട്ട് അവിടെ തടിച്ചുകൂടുകയായിരുന്നു. അങ്ങനെ ലോകപ്രശസ്തമായ ഒരു വിചാരണയായിരുന്നു. ആ വിചാരണയിൽ ആണ് ഇദ്ദേഹം ചെയ്തതായ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പല നിലകളിൽ വിചാരണ ചെയ്യപ്പെട്ടു. മൊസാദിൽ ചോദ്യം ചെയ്യപ്പെട്ടു, രഹസ്യാന്വേഷണങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ഇസ്രായേലിൻ്റെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവർ, അതിൻ്റെ ചുമതലകൾ വഹിക്കുന്നവരൊക്കെ ചോദ്യം ചെയ്ത് അപ്പോഴാണ് ഈ ഇത്ര ഭീകരമായ ഈ സത്യങ്ങൾ ഈ ലോകത്തിന് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ ഒരു മനസാക്ഷിയും ഇദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ താൻ തെറ്റ് ചെയ്തു എന്ന് അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. കാരണം 5 ദശലക്ഷം ആളുകളെയാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊന്നത്. പക്ഷെ ഇദ്ദേഹം ഒരിക്കലും അത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അത് അവർ പ്രത്യേകമായ അധികാരികൾ ശ്രദ്ധിച്ചു. കാരണം ഒരു തെറ്റാണെന്നുള്ള ഒരു കുറ്റബോധം ഇദ്ദേഹത്തിന് വരണ്ടേ. പക്ഷെ അതില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിത് മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഞാനിത് നടപ്പാക്കി, അത് അതിൻ്റെ ഒരു ജോലിയായിരുന്നു എന്നുള്ള ഇതാണ്. പക്ഷെ ഇത് ലോകം ഇദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ കേട്ട്, ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തെളിവുകൾ കേട്ട് ലോകം അമ്പരക്കുകയായിരുന്നു. അപ്പോൾ ഈ വിചാരണ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ലോകത്തിൻ്റെതായ വിവിധമായ ഭാഗങ്ങളിൽ നിന്ന് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ വിചാരണ കാണാനായിട്ട് തടിച്ചുകൂടി. അപ്പോൾ ഇത് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് അവസാനം ആ കോടതി വിധിച്ചു. അദ്ദേഹം പറഞ്ഞതായ കാര്യം, ഞാൻ ഇതിനകത്ത് നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനല്ല തെറ്റുകാരൻ, എൻ്റെ മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞ കാര്യം ഞാൻ അനുസരിക്കുക മാത്രമേ ചെയ്തുള്ളൂ ആണെന്നും താൻ നിരപരാധിയാണെന്നുമാണ് അദ്ദേഹം ആദ്യോടൊന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, യാതൊരു വിധമായ കുറ്റബോധവും അദ്ദേഹത്തിന് മനസ്സിലില്ല. ഞാൻ ഈ നിരപരാധികളായ കുഞ്ഞുങ്ങളെ, ഈ ചെറിയ കുഞ്ഞുങ്ങളെ, ആ കൈക്കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നു, അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഒരിക്കൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഞാൻ യുദ്ധനീതി പാലിക്കേണ്ടിയിരുന്നു എന്ന് അവസാനം അദ്ദേഹം പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പക്ഷെ അതൊക്കെ ഒരു കുറ്റബോധത്തോടു കൂടിയോ ഒരു അനുതാപത്തോടു കൂടിയോ ഒന്നും അദ്ദേഹം പറഞ്ഞതല്ല. അപ്പോഴും അദ്ദേഹം ഈ ആര്യൻ രക്തത്തിലും അപ്പോൾ തന്നെ അദ്ദേഹം ഇതിനൊക്കെയുള്ള ഒരു അഭിമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു, ജർമ്മനിയെക്കുറിച്ചൊരു അഭിമാനം അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സത്യമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിചാരണ ആരംഭിച്ചത് 1961 അപ്പോൾ 1961 ഏപ്രിൽ മാസം 11 തീയതിയാണ് ജെറുസലേം ഡിസ്ട്രിക്ട് കോടതിയുടെ പ്രത്യേകമായ കോടതിയുടെ മുമ്പാകെ ആണ് വിചാരണ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ വിചാരണയിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയുകയും അദ്ദേഹത്തിനെതിരായി 15 ക്രിമിനൽ കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടത്. ഒന്നാമത്തേതായ കാര്യം മനുഷ്യനെതിരായ കുറ്റകൃത്യങ്ങൾ, രണ്ടാമത്തേതായ യുദ്ധക്കുറ്റങ്ങൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ യഹൂദ ജനതയ്ക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, അതുപോലെ തന്നെ ഒരു ക്രിമിനൽ സംഘടനയിലെ അംഗത്വം, ഇത് എല്ലാം കൂടി ഉൾപ്പെടെ 15 കുറ്റകൃത്യങ്ങളാണ് അദ്ദേഹം ചെയ്തതായിട്ട് കോടതി വിധിക്കുകയും അങ്ങനെ കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. പക്ഷേ ആ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നീട് അദ്ദേഹം ധാരാളം അപ്പീൽ കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒക്കെ വന്ന് അപ്പീല് ഇസ്രായേൽ ഗവൺമെൻറ് അപ്പീൽ നൽകി. പക്ഷേ അപ്പീലുകളെല്ലാം നിരാകരിച്ചു. അങ്ങനെ നിരാകരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ തൂക്കിലേറ്റാൻ വിധിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ തൂക്കിലേറ്റാൻ ഒരു ആരാച്ചാർ ആവശ്യമാണ്. കാരണം ഇസ്രായേലിലെ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ കുരിശിൽ തറച്ച് കൊല്ലപ്പെടുക എന്നുള്ള കാര്യമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആധുനിക ഇസ്രായേലിലേക്ക് വന്നപ്പോൾ വധശിക്ഷകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപൂർവമായിട്ടൊന്നാണ് തൂക്കിക്കൊല്ലുക എന്നുള്ളത്. അപ്പോൾ തൂക്കിക്കൊല്ലാൻ എന്ന് പറയുമ്പോൾ ഒരു ആരാച്ചാർ ആവശ്യമാണ്. അപ്പോൾ ആ ആരാച്ചാർ ആരായിരിക്കണമെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ആ സമയത്ത് ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ. അങ്ങനെ തൂക്കിക്കൊല്ലുക എന്നുള്ളതായിരിക്കുന്ന ദൗത്യം ഷാലേം നാഗർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ലഭിച്ചത്. അദ്ദേഹം ഒരു ആരാച്ചാറായിരുന്നില്ല. 1936 യമനിൽ ജനിച്ചതാണ് അദ്ദേഹം.
അദ്ദേഹം അങ്ങനെ അനാഥനായിട്ട് ഇസ്രായേലിൽ എത്തിയതായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. IDFന്റെ പാരാട്രൂപ്പേഴ്സ് ബ്രിഗേഡിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം അദ്ദേഹം പിന്നീട് ഇസ്രായേലിൻ്റെ ജയിൽ സേവനത്തിലേക്ക് ജോലിയിൽ അദ്ദേഹം ചേർക്കപ്പെട്ടു. പരസ്പരം ബന്ധിപ്പിക്കുന്നതായ മുറിയുടെ ഒരു ശ്രേണിയുടെ ഭാഗമായ ഒരു സെല്ലിലാണ് ഐക്മാനെ പാർപ്പിച്ചിരുന്നത്. അപ്പോൾ ഐക്മാന് ഏറ്റവും പ്രധാനപ്പെട്ടതായ സുരക്ഷിതത്വം അവർ ഉറപ്പുവരുത്തിയിരുന്നു. കാരണം ഈ യൂറോപ്പിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ യൂറോപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെപ്പോലും ഇതിൽ ഒരു ഗാർഡന്മാരായിട്ട് ഇസ്രായേൽ ഗവൺമെൻറ് നിയമിച്ചില്ല. അതുകൊണ്ടാണ് യമനിൽ നിന്ന് ലഭിച്ചതായ ഇദ്ദേഹത്തിന് ഒരവസരം ലഭിച്ചത്. ഇദ്ദേഹം ഏത് സമയം അല്ലെങ്കിൽ ഐക്മാൻ ആ ജയിലിൽ അദ്ദേഹം കിടക്കുന്നതായിരിക്കും റൂമിൽ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കപ്പെട്ടുകൊണ്ട് മറ്റൊരു റൂമിൽ ഇരുന്നു കൊണ്ട് 2 പേര് ഏതു സമയവും ഇദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നതായ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഈ ഗാർഡുകൾക്ക് ഈ തടവുകാരനെ ഐക്മാനെ കൊല്ലാൻ വ്യക്തിപരമായ ഉദ്ദേശമില്ലെന്ന് ഉറപ്പാക്കിയ ആളുകൾക്കും മാത്രമേ അതിനകത്ത് ഇദ്ദേഹത്തെ നിരീക്ഷിക്കാനും ഒക്കെയുള്ളതായ ഒരവസരം നൽകിയിരുന്നുള്ളൂ. കാരണം മറ്റുള്ളവരാരെങ്കിലും പ്രതികാര മനോഭാവത്തിൽ ഇദ്ദേഹത്തെ കൊല്ലുമോ എന്ന ഉള്ളൊരു ഭയം ഇസ്രായേൽ അധികാരികൾക്ക് ഉണ്ടായിട്ട് ഉള്ളതുകൊണ്ടാണ്. ഐക്മാന് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കൊണ്ടുവന്നത് പോലും സീൽ ചെയ്ത പ്രത്യേകമായ പാത്രത്തിലാണ്. കാരണം അതിൽ പോലും വിഷം ചേർക്കപ്പെടാനുള്ള സാധ്യത അന്നുണ്ടായിരുന്നു. അത്ര സുരക്ഷിതമായിട്ടാണ് പാർപ്പിച്ചിരുന്നത്. ഈ വധശിക്ഷയ്ക്കെതിരായിരിക്കുന്ന ഐക്മാന്റെ അപ്പീല് അവിടെ സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്ന് അത് നടപ്പിലാക്കാനുള്ള സമയമായി. എന്നാൽ ആ സമയത്ത് ഈ നഗർ എന്ന് പറയുന്നതായിരിക്കുന്ന ഈ ആരാച്ചാർ, അദ്ദേഹം ആരാച്ചാർ ആയിരുന്നില്ല, അദ്ദേഹം അവധിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന് ഈ നഗറിനെ വിളിക്കാനായിട്ട് ചെന്നപ്പോൾ ഈ നഗർ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥൻ ചെന്നിട്ട് ഇദ്ദേഹത്തെ വിളിച്ചു. ഭാര്യയോടുകൂടെ പോയിക്കൊണ്ടിരുന്നതായ തന്നെ പെട്ടെന്ന് വിളിച്ച് കാറിനകത്ത് കയറ്റിക്കൊണ്ടുപോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആകപ്പാടെ വല്ലാതെ വിരണ്ടുപോയി. അപ്പോൾ പോലീസിൽ തന്നെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള ചിന്താഗതിയിൽ പോലീസിൽ അറിയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇദ്ദേഹം നാഗർ അറിയിച്ചതുകൊണ്ട് അപ്പോൾ തിരിച്ചു വന്നിട്ട് ഭാര്യയോട് വളരെ അത്യാവശ്യമായിട്ട് പോകണം, അവിടെ ഗാർഡുമാരുടെ ഒരു ചെറിയൊരു കുറവുണ്ട്, അത് നികത്താനാണ് തന്നെ കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. കാരണം ഈ കാര്യങ്ങളൊന്നും പരസ്യമാക്കിയില്ല, അതൊക്കെ വളരെ രഹസ്യമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നാഗർ എന്ത് ചെയ്തിട്ട് ഇത് സമ്മതിക്കുന്നില്ലേ? ഈ വധശിക്ഷയ്ക്ക് ഉള്ളൊരു ആരാച്ചാറാകാനുള്ള അദ്ദേഹം സമ്മതിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തോട് പിന്നീട് അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദന്മാർ കൊല്ലപ്പെട്ടതിൻ്റെ ഫോട്ടോകളൊക്കെ കാണിച്ച് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അവസാനം നാഗർ ഈ വധശിക്ഷയ്ക്കായിട്ട് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ശിക്ഷ നടപ്പാക്കാനുള്ളതായിരിക്കുന്ന ദിവസം വന്നു. അത് 1962 ജൂൺ മാസം 1-ാം തീയതി പുലർച്ചെയാണ് റാംല ജയിലിൽ വധശിക്ഷ നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഈ ഐക്മാൻ കടന്നതായിരിക്കുന്ന ആ സെല്ലിലേക്ക് ഒരു പുരോഹിതൻ സന്ദർശിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഈ ഐക്മാന് ഒരു ഗ്ലാസ് വീഞ്ഞ് നൽകി. അതിനുശേഷം അദ്ദേഹത്തെ അല്ലെങ്കിൽ ഐക്മാനെ വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് ഒരുക്കിക്കൊണ്ടുവരിക. അപ്പോൾ ജയിലിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു തൂക്കുമരമുണ്ടാക്കി. കാരണം ഇസ്രായേലിൽ അങ്ങനെ ആധുനിക ഇസ്രായേലിൽ അങ്ങനെ ഒരു തൂക്കിക്കൊലയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ജയിലിൽ 3 നിലകളുള്ളതായിരിക്കുന്ന ഈ ജയിലിൽ പ്രത്യേകമായിട്ടുള്ള ദ്വാരമുണ്ടാക്കി ഒരു താൽക്കാലികമായ തൂക്കുമരം നിർമ്മിച്ചു. എന്ന് പറഞ്ഞാൽ 3 നിലകളുള്ളതായിരിക്കുന്ന ആ ജയിലിൽ അതിന് ഈ തൂക്കുമരം ഉണ്ടാക്കാനുള്ളതായിരിക്കുന്ന ദ്വാരമുണ്ടാക്കിയിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ ഉയരത്തിൽ നിന്ന് ഈ മൃതദേഹം താഴേക്ക് അല്ലെങ്കിൽ ഐക്മാൻ്റെ തൂക്കപ്പെട്ടതായ ശരീരം താഴേക്ക് വീണ് അങ്ങനെ തൂങ്ങിക്കിടക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കി. അതിനുശേഷം
ഈ മൃതശരീരം താഴെ കിടത്താനുള്ളതായിരിക്കുന്ന ഒരു സൗകര്യങ്ങളും ഒരുക്കി. അങ്ങനെ ഈ തൂക്കിക്കൊല്ലുന്നതായ ദിവസം ഈ നമ്മുടെ ആരാച്ചാർ അവിടേക്ക് ചെല്ലുകയാണ്. അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, കണ്ണടയ്ക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ കഴുത്തിലേക്ക് കുരുക്കിട്ടു. പക്ഷെ കുരുക്ക് ഇടുന്നതായിരിക്കുന്ന സമയങ്ങളിൽ ഒക്കെ ഈ കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോഴും ഐക്മാൻ എന്ത് ചെയ്തില്ല, കണ്ണടയ്ക്കാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ നാഗർ അതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിച്ചതായ കാര്യം, താൻ അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക്, ഐക്മാൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയെന്നാണ്. പിന്നീട് ഈ വധശിക്ഷ ഉറപ്പുവരുത്തി ഇദ്ദേഹം ലിവർ വലിച്ചു. കാരണം അതിൻ്റെ പിന്നിലുള്ളതായിരിക്കുന്ന മറയുടെ പുറകിലേക്ക് പോയി ലിവർ വലിച്ചു. ഈ ഐക്മാൻ്റെ ശരീരം ഇങ്ങനെ തൂക്ക് കയറിൽ ഇങ്ങനെ വീണ് കഴിഞ്ഞ് ആടുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂറായി ഇതിന് ഈ ഐക്മാൻ്റെ ശരീരം പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇദ്ദേഹവും ഇത് കൂടെ പോകണം. കാരണം ഈ കയറിൽ നിന്ന് അഴിച്ചു മാറ്റേണ്ടതായിരിക്കുന്ന നമ്മുടെ ഈ ആരാച്ചാറാണ്, നാഗരാണ്. അപ്പോൾ ഐക്മാൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മുഖം എങ്ങനെ ചോക്ക് പോലെ വെളുത്ത് ഇരിക്കുകയാണ്. കണ്ണുകൾ ഇങ്ങനെ തുറിച്ച് നിൽക്കുന്നു, നാവ് പുറത്തേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കയറ് കഴുത്തിൽ നിന്ന് ഇങ്ങനെ വേർപെടുത്തുന്നതായിരിക്കുന്ന സമയത്ത് അതിങ്ങനെ രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് വല്ലാത്ത ഒരു ഭയമുണ്ടായി. കാരണം ഈ ശരീരം പുറത്തേക്ക് വിടാനായിട്ട് ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് മൃതദേഹത്തിൻ്റെ ശ്വാസകോശത്തിൽ നിന്ന് അവശേഷിച്ചതായ വായു പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അതൊരു ഭയപ്പെടുത്തുന്ന ഒരു ഉച്ചത്തിലുള്ളതായിരിക്കുന്ന ഒരു ശബ്ദം ഈ വായു പുറത്തേക്ക് വന്നപ്പോഴുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് കുറിച്ച് പിന്നീട് നാഗർ നടത്തിയതായ ഒരു അഭിമുഖം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇസ്രായേൽ ഗവൺമെൻറ് 30 വർഷമാണ് ആരാച്ചാർ ആരായിരുന്നു, നാഗർ ആയിരുന്നു അദ്ദേഹത്തെ വധശിക്ഷ നടപ്പാക്കി ആരാച്ചാർ എന്നുള്ള കാര്യം അത് മറച്ചു വെച്ചു. അപ്പോൾ ഇദ്ദേഹം പിന്നീട് പറഞ്ഞത് ഈ ശ്വാസമൊക്കെ വെളിയിലേക്ക് ഇങ്ങനെ പോകുന്ന ഒച്ചയൊക്കെ കേട്ടപ്പോൾ ഇദ്ദേഹം വല്ലാതെ ഭയന്നു പോയി. അപ്പോൾ മരണത്തിൻ്റെ മാലാക എന്നെയും കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിയെന്ന് പിന്നീട് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ സംസാരിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വാർത്ത ആയതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഐക്മാൻ്റെ തൂക്കിക്കൊല എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ ആ വാർത്ത സൃഷ്ടിച്ച അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് മുഖ്യ കഥാപാത്രമായ ആ വ്യക്തി കഴിഞ്ഞ ദിവസം 88ാമത്തെ വയസ്സിൽ അന്തരിച്ചു. അത് ലോകത്തിലെ പല പത്രങ്ങളിലും അത് വന്നെങ്കിലും അത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അദ്ദേഹത്തിൻ്റെ മരണം അങ്ങനെ പോകുകയായിരുന്നു. ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ ഐക്മാനെ തൂക്കിക്കൊന്നതായിരിക്കുന്ന മനുഷ്യൻ ഈ ഷാലോ നാഗർ ആയിരുന്നു എന്നുള്ളത് ലോകം അറിഞ്ഞത് 1992 മാത്രമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒരു ചർച്ചകളില്ലാതെ മുന്നോട്ട് പോയി. എന്നാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യം, അവർ ദീർഘനാളുകൾ അനുഭവിച്ച അല്ലെങ്കിൽ ജർമ്മൻ അധിനിവേശ മേഖലകളിൽ അവരുടെ മുൻ തലമുറ 2ാം ലോകമഹായുദ്ധത്തോടനുബന്ധിച്ച് മറ്റുമൊക്കെ അവരനുഭവിച്ചതായ വലിയ 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 ദുരന്തം, വലിയ ഭീകരകരമായ അനുഭവങ്ങൾ. പിന്നീട് അമേരിക്കൻ പട്ടാളക്കാരൊക്കെ അവിടെ പോയി ആളുകളെ മോചിപ്പിക്കുമ്പോൾ പലരും ജീവിക്കുന്ന അസ്ഥികൂടങ്ങൾ മാത്രമായിരുന്നു എന്നുള്ള ഒരു കാര്യം. അതിൽ പലതിനും ഇങ്ങനെ ഉൾമൂല ക്യാമ്പുകളിലേക്ക് ആളുകളെ എത്തിക്കാൻ നേതൃത്വം കൊടുത്തതായ ഐക്മാൻ, ഈ അഡോൾഫ് ഐക്മാൻ, ഹിറ്റ്ലറുടെ ഏറ്റവും അടുത്ത കൂട്ടാളിയായിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹം പിന്നീട് ഒളിവിൽ താമസിക്കുകയൊക്കെ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് ആ ഒരു കാലഘട്ടം ഇന്നത്തെ തലമുറയ്ക്ക് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാകുകയില്ല. അന്നത്തെ കാലഘട്ടത്തിൽ യൂറോപ്പിൽ വളരെ നല്ല നിലയിൽ കഴിഞ്ഞതായിരുന്ന യഹൂദന്മാരെ തെരഞ്ഞുപിടിച്ച് അവർ താമസിക്കുന്നതായിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് തെരഞ്ഞുപിടിച്ച് ഭീഷണിപ്പെടുത്തിയും മോഹന വാഗ്ദാനങ്ങൾ നൽകിയും ഒക്കെ അവരെ ഗുഡ് ട്രെയിനുകളിൽ കുത്തി നിറച്ച് കൊണ്ടുപോയി നിർദാക്ഷിണ്യം അവരെ ഗ്യാസ് ചേമ്പറുകളിലേക്ക് അയച്ച് അതിനുശേഷം അവരുടെ ശരീരം
പ്രത്യേകം പ്രത്യേക സംവിധാനത്തിലുണ്ടാക്കിയതായ ഓവനുകളിൽ കയറ്റി കത്തിച്ചു കളഞ്ഞ ആ വലിയ സംഭവങ്ങൾ ഒക്കെ ലോകത്തിൽ ഇന്നും വലിയൊരു മുറിപ്പാടായി കിടക്കുകയാണ്. ഇന്നും യഹൂദൻ്റെ ഉള്ളിൽ അതിൻ്റെ വേദനയുണ്ട്. അത് ഐക്മാനെ ശിക്ഷിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഒരു അവർക്ക് അങ്ങനെ ഒരു സമാധാനം ഉണ്ടായെങ്കിൽ പോലും ലോകത്തിൻ്റെ വിധമായ ഭാഗങ്ങളിൽ അന്ന് പിടിക്കപ്പെട്ടതായ നാസി നേതാക്കന്മാർ പിന്നീട് പല വിധത്തിലുള്ള ശിക്ഷകൾ അനുഭവിച്ചു. പ്രിയമുള്ളവരെ, ഇത് ഈ ആരാച്ചാരുടെ ചരിത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചരിത്രമാണ്. യമനിൽ ജനിച്ച് വളർന്ന ഈ മനുഷ്യൻ്റെ ചരിത്രം, അത് ഒരു ആരാച്ചാർ അങ്ങനെ ലോകശ്രദ്ധയിലേക്ക് വരികയാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ആരാച്ചാർ. അദ്ദേഹത്തിൻ്റെ മരണം ലോകം അത് അധികം ശ്രദ്ധിച്ചില്ല. പത്രങ്ങളിലുമൊക്കെ ചെറിയൊരു വാർത്താ കോളത്തിനകത്ത് അത് ഒതുങ്ങിപ്പോയെങ്കിലും എൻ്റെ കാഴ്ചക്കാർക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചും യഹൂദ ജനത അനുഭവിച്ചതായ പീഡനങ്ങൾ, അത് ക്യാമ്പുകളിലെ പീഡനങ്ങളെക്കുറിച്ച് വന്നാൽ അല്ല ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ചത്. കാരണം അതൊക്കെ ഒത്തിരി വിശദീകരിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. എന്നാലും ഐക്മാൻ്റെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന പങ്കെന്താണെന്ന് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. അവിടെ ഉണ്ടായിരുന്നതായ യഹൂദന്മാർ അനുഭവിച്ചതായ പീഡനങ്ങളും അവരുടെ മരണങ്ങളും നമുക്ക് അല്പമൊന്ന് പരാമർശിക്കാതെ പോകാൻ പറ്റുകയില്ല. അത് മാത്രമല്ല, നമ്മുടെ മുഖ്യ കഥാപാത്രമായിരിക്കുന്ന ഇത് ആരാച്ചാർ അനുഭവിച്ചതായ മാനസിക സംഘർഷങ്ങളും വേദനകളുമൊക്കെ ഒന്ന് പരാമർശിക്കണമെങ്കിൽ നമ്മൾ പഴയ ചരിത്രത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി. എൻ്റെ കാഴ്ചക്കാരായ പ്രിയമുള്ളവർ, ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഞാൻ സജി പള്ളിക്കുന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.